بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ 1-ാം ക്ലാസ്സിലെ തഫ്ഹീമുത് തിലാവ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇനി നമുക്ക് കിതാബത്തിലെ കുറച്ച് മോഡലുകൾ പരിചയപ്പെടാം. ഇവിടെ ആദ്യത്തെ പേപ്പറിൽ നോക്കൂ, 1-ാമത്തെ ആക്ടിവിറ്റി. ഉദാഹരണത്തിൽ കാണിച്ചതുപോലെ അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതാം. ഇവിടെ കലമുൻ എന്ന് കൊടുത്തിട്ട് ഖലമുൻ അത് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒരു 4 വാക്കുകളുണ്ട്. അഅ്ബുദു എന്നാണ് 1-ാമത്തത്, അത് കൂട്ടി എഴുതിയിട്ടുണ്ട്. അത് വേർതിരിച്ച് ഓരോ കള്ളിയിലേക്ക് ഓരോ അക്ഷരങ്ങൾ എഴുതുക. അഅ്ബുദു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ കൂട്ടി എഴുതുമ്പോൾ അക്ഷരങ്ങൾക്ക് ഓരോ മോഡലുണ്ട്, അങ്ങനെ പിരിച്ചെഴുതരുത്. പിരിച്ചെഴുതുന്ന സമയത്ത് ഒറ്റ അക്ഷരമായിട്ട് നമ്മൾ എങ്ങനെയാണോ എഴുതാറുള്ളത് അതുപോലെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. 2-ാമത്തെ വാക്ക് ഖത്ത് മുൻ, അത് പിരിച്ചെഴുതുമ്പോൾ അതാ ഖത്ത് മുൻ. പിന്നെ ലുഹ്റുൻ, ലുഹ്റുൻ. നദറുൻ, നദറുൻ. പിന്നെ ഈ പേപ്പറിൽ മറ്റൊരു ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് നേരെ ബോർഡിൽ നോക്കി എഴുതാനാണ്. അത് അതേപോലെ എഴുതുക. ദുൽഖഅദ, ശഅബാനു, യൗമുൽ അഹദി. ഈ 3 വാക്കുകളാണ്. നോക്കി എഴുതുമ്പോഴും ചിലപ്പോൾ ഹർക്കത്തുകളൊക്കെ വിട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഫത്ഹ്, കസ്ർ, ലൊമ്മ്, പിന്നെ മദ്ദുകൾ നീട്ടാനുള്ളത്, അതൊക്കെ അറിയാതെ ശ്രദ്ധക്കുറവ് പോലൊക്കെ വലുപ്പം വിട്ടുപോകും. അതൊക്കെ ശ്രദ്ധിക്കണം. കൃത്യമായി ഓരോ അക്ഷരങ്ങളും നോക്കി 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 എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണേ. പിന്നെ മറ്റൊരു പേപ്പറിലെ ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടാം. ഇവിടെ 1-ാമത്തെ ആക്ടിവിറ്റി വിട്ട അക്ഷരം എഴുതാം. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറിൻ്റെ ചിത്രമാണ്. അവിടെ ബ ലുൻ എന്നുണ്ട്. കയറിനെ നമ്മൾ പഠിച്ചല്ലോ. എന്താ പഠിച്ചത്? ഹാബ്ലുൻ. ഹാബ്ലുൻ എന്നല്ല പഠിച്ചത്. അപ്പോൾ ഹ എന്നുള്ള അക്ഷരമാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ 2-ാമത്തത് ൽവുൻ എന്നുണ്ട്. ആദ്യത്തെ അക്ഷരം അവിടെ വിട്ടുപോയിട്ടുണ്ട്. ബക്കറ്റാണ്. ബക്കറ്റ് നമ്മൾ എന്താ പഠിച്ചത്? ദൽവുൻ എന്നല്ല പഠിച്ചത്. അപ്പോൾ ദ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്, ദൽവുൻ. പിന്നെ അതേപോലെ തന്നെ ലല്ലത്തുൻ അവിടെ ഉണ്ട്. ഒരക്ഷരം ഫസ്റ്റ് വിട്ടുപോയിട്ടുണ്ട്. ഏതാണ് അക്ഷരം? കൊടയാണ്. അതിൻ്റെ കുടയാണ് ചിത്രം. കുടക്ക് എന്താ നമ്മൾ പറയാം? മിളല്ലത്തുൻ. അപ്പോൾ ആദ്യം വിട്ടുപോയ അക്ഷരം മീ എന്നാണ്, മിളല്ലത്തുൻ. പിന്നെ അവസാനത്തത് റിസുൻ അവിടെ ഉണ്ട്. പല്ലിൻ്റെ ചിത്രം അവിടെ ഉണ്ട്. എന്താണ് പല്ലിന് പറയാം? ലിർസുൻ എന്നല്ല നമ്മൾ പഠിച്ചത്. അണപ്പല്ലിന് ലിർസുൻ. അപ്പോൾ ഇവിടെ വിട്ടുപോയ അക്ഷരം ലി എന്നാണ്, ലിർസുൻ. ഇനി മറ്റൊരു ആക്ടിവിറ്റി എന്താണ്? ചിത്രങ്ങൾ ശ്രദ്ധിച്ച് അറബിയിൽ പേരെഴുതാം. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ ചിത്രം എന്താ? സൂചികളുടെ ചിത്രമാണ്. സൂചികൾക്ക് നമ്മൾ 2-ാമത്തെ പാഠത്തിൽ ആദ്യ ഭാഗത്ത് പഠിച്ചല്ലോ. എന്താണ്? ഈ ബറുൻ. ഈ ബറുൻ എന്ന് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ 2-ാമത്തത് എന്താ? കുറച്ച് പ്ലേറ്റുകളുടെ ചിത്രമുണ്ട്. പ്ലേറ്റുകൾക്ക് നമ്മൾ എന്താ പഠിച്ചത്? സ്വഹ്നുൻ എന്നല്ല പഠിച്ചത്, സ്വഹ്നുൻ. അപ്പോൾ അവിടെ സ്വഹ്നുൻ എന്ന് എഴുതുക. പിന്നെ 3-ാമത്തത് ഫ്രിഡ്ജിൻ്റെ ചിത്രമാണുള്ളത്. ഫ്രിഡ്ജിന് എന്താ നമ്മൾ പഠിച്ചത്? സല്ലാജത്തുൻ എന്നല്ല പഠിച്ചത്. അപ്പോൾ അതവിടെ സല്ലാജത്തുൻ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ ഈ പേപ്പറിൽ അടുത്തൊരു ആക്ടിവിറ്റി നോക്കി എഴുതാനാണ്. ബോർഡിൽ നോക്കി എഴുതാം. 3 പദങ്ങളുണ്ട്. ബിസ്മില്ലാഹി യഖാഫൂന റബ്ബഹും നുസുക്കുൻ. അത് അതേപോലെ നോക്കി എഴുതാണ് വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോക്കി എഴുതുമ്പോൾ ഹർക്കത്തുകൾ ഫത്ഹ്, കസ്ർ, ലൊമ്മ്, ഷദ്, മദ് ഇതൊന്നും വിടാതെ കറക്റ്റ് നോക്കി എഴുതുക. ഇനി മറ്റൊരു പേപ്പറിലെ ചോദ്യങ്ങളും നോക്കാം. ഇവിടെ 1-ാമത്തത് ബോർഡിലേക്ക് എഴുതാം. ഒന്നുമില്ല, നോക്കിങ്ങാണ്ട് നേരിട്ട് എഴുതാനാണ്. ഇവിടെയുള്ള വാക്കുകൾ ലാഹിഖത്തുൻ, മുസ്തബ്ശിറത്തുൻ, അതേപോലെ നോക്കി എഴുതുക. പിന്നെ കലമൻ. പിന്നെ മറ്റൊന്ന് ലാ തുള്ളിമു അഹദ. മറ്റൊന്ന് മൗസുൻ. അത് കഴിഞ്ഞിട്ട് ഹൗവസ്. പിന്നെ ലാസ്റ്റ് സുല്ലത്തുൻ. ഈ പദങ്ങൾ അതേപോലെ ബോർഡിലേക്ക് മാറ്റി എഴുതാനാണ്. ഈ പേപ്പറിലെ 2-ാമത്തെ ആക്ടിവിറ്റി അക്ഷരങ്ങൾ പദങ്ങളാക്കി ഇലകളിലേക്ക് കൂട്ടി എഴുതാം. ഇവിടെ കുറച്ച് ഇലകളുടെ ചിത്രമുണ്ട്. അതിലേക്ക് ചേർക്കേണ്ട പദങ്ങൾ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മുകളിൽ കൊടുത്ത പദങ്ങൾ ഓരോ ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആ അക്ഷരങ്ങൾ നമ്മൾ കൂട്ടി ഇലകളിലേക്ക് എഴുതുക, കൂട്ടി എഴുതുക. കലമുൻ എന്നാണ് ആദ്യത്തത്. കലമുൻ എന്നിങ്ങനെ കൂട്ടി എഴുതുക. ഒന്ന് ആലോചിച്ചുകൊണ്ട് കറക്റ്റാക്കി എഴുതുക. കലമുൻ. പിന്നെ ഹാബ്ലുൻ. ഹാബ്ലുൻ എന്നാണ്. അതെങ്ങനെ കൂട്ടി എഴുതും? ഹാബ്ലുൻ. അതൊന്ന് ആലോചിച്ച് നോക്കി നേരെ മനസ്സിലാക്കി എഴുതുക.
പിന്നെ അതേപോലെ തന്നെ സൗബുൻ. സൗബുൻ എന്നെങ്ങനെ കൂട്ടി എഴുതാം? സൗബുൻ. അവിടെ ശ്രദ്ധിക്കേണ്ടത് വാവ് കൂട്ടരുത്. വാവ് കൂട്ടി എഴുതാൻ പറ്റാത്തൊരക്ഷരമാണല്ലോ. വാവിലേക്ക് ഒരക്ഷരം കൂട്ടി എഴുതരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ലാസ്റ്റത്തെ ഫഅ്സുൻ. ഫഅ്സുൻ അതിലെ ഹംസും നല്ലോണം ശ്രദ്ധിക്കുക. ഹംസിലേക്കും അക്ഷരങ്ങൾ കൂട്ടി എഴുതരുത്. ഫഅ്സുൻ. പിന്നെ ഈ പേപ്പറിൽ അടുത്തൊരു ആക്ടിവിറ്റി, ചിത്രം നോക്കി പേര് അറബിയിൽ എഴുതാം. 2 ചിത്രങ്ങളുണ്ട്, ഒന്ന് സീലും അതേപോലെ മറ്റൊന്ന് പ്ലേറ്റുകളും. സീലിന് എന്താ പറയുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഖത്മുൻ. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക, ഖത്മുൻ. പിന്നെ പ്ലേറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? സ്വഹ്നുൻ. സ്വഹ്നുൻ എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി മറ്റൊരു പേപ്പർ ഒന്ന് പരിചയപ്പെടാം. ഇവിടുത്തെ ഒന്നാമത്തെ ആക്ടിവിറ്റി, ചിത്രം നോക്കി വിട്ട അക്ഷരം എഴുതാം. ഇവിടെ 5 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങളുടെയൊക്കെ അറബിയിലെ തുടക്ക ഭാഗം അവിടെ ഉണ്ട്, അവസാനം ഓരോ അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തത് മരമാണ്. മരത്തിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഷജറ എന്നുണ്ട്. ഏതക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത്? നമുക്കറിയാലോ, തുൻ എന്നുള്ളതാണ് വിട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഷജറ തുൻ എന്നവിടെ എഴുതി കൊടുത്താൽ മതി. പിന്നെ അടുത്തത് എന്താ? പിന്നെ അടുത്തത് മലൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. അതിൻ്റെ താഴെ ജബ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏതക്ഷരം? ഒരക്ഷരം കൂടി അവിടെ ചേർക്കാണ്ടല്ലോ, നമുക്കറിയാം ഏതാണ്? ലുൻ എന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ ജബലുൻ എന്നായി. പിന്നെ അതേപോലെ മൂന്നാമത്തത് ഈത്തപ്പഴത്തിൻ്റെ ഫോട്ടോ ആണുള്ളത്. തം എന്നവിടെ ഉണ്ട്. എന്താ ഈത്തപ്പഴത്തിന് പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് റുൻ എന്ന് ചേർത്ത് കൊടുത്താൽ അപ്പോൾ കറക്റ്റായി തംറുൻ. ഇനി അടുത്തത് എന്താ? പനനീർ പൂവിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. വർ എന്നവിടെ ഉണ്ട്. ഏതക്ഷരമാണ് വിട്ടുപോയിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എന്താ പനീർ പൂവിന് പറയാം? വർദുൻ. അപ്പോൾ ദുൻ എന്നാണ് അവിടെ ചേർക്കേണ്ടത്, വർദുൻ. പിന്നെ അടുത്തത് ഒരു തൂണിൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട്. റുഖ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് തൂണിന് പറയാം? നമ്മൾ പഠിച്ചല്ലോ റുഖ് നുൻ. അപ്പോൾ നുൻ എന്നാണ് വിട്ടുപോയിട്ടുള്ളത്, റുഖ് നുൻ. ഇനി ഇവിടെ രണ്ടാമത്തെ ആക്ടിവിറ്റി വന്നിട്ടുള്ളത് ബോർഡിൽ നോക്കി എഴുതാനാണ്. അത് കറക്റ്റാക്കി നോക്കി എഴുതുക. വാക്കുകൾ വമാ കുന്നാ മുൻസിലീൻ, ളില്ലുൻ, മർളിയത്തുൻ, മല്ലൂമുൻ, തഅ്ബുദൂന എന്നീ വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫത്തഹ്, കസ്ർ, ലൊമ്മ്, ഷദ്, മദ് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഷദ്ദും അതേപോലെ മദ്ദിൻ്റെ അക്ഷരങ്ങളൊക്കെ ഉള്ളതുണ്ട്, അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് എഴുതുക. ഇനി ഇങ്ങനെ നോക്കി എഴുതാനൊക്കെ വരുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ അവസാനം എണ്ണി വെക്കുക. അതിലുള്ളതും നമ്മൾ എഴുതിയത് എത്ര എണ്ണം ഉണ്ട്. അപ്പോൾ കമ്മിയാണെങ്കിൽ ഏതോ അക്ഷരം വിട്ടുപോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഒന്നും കൂടി നോക്കിങ്ങാണ്ട് കറക്റ്റാക്കി എഴുതുക. പിന്നെ ഈ പേപ്പറിൽ മൂന്നാമത്തെ ഒരു ആക്ടിവിറ്റി, അക്ഷരങ്ങൾ വേർതിരിച്ചെഴുതാം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ഖലമുൻ. എന്നിട്ടത് വേർതിരിച്ചെങ്ങാണ്ട് ഖലമുൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേർതിരിച്ച് എഴുതാൻ കൊടുത്തിട്ടുള്ള 3 വാക്കുകളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഫാക്കിഹത്തുൻ, മറ്റൊന്ന് മഅബൂദുൻ, മറ്റൊന്ന് ഖത്തുൻ. ഇതിലാദ്യത്തെ വാക്ക് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഫ എന്ന് തന്നെ ഫസ്റ്റ് ചിലപ്പോൾ നമ്മൾ എഴുതിയേക്കും. ഓരോ അക്ഷരങ്ങളും പിരിച്ചെഴുതണം. അപ്പോൾ ഫ എന്ന ആദ്യം, പിന്നെ അലിഫ് തൊട്ടടുത്ത്, പിന്നെ കാഫ് അതിൻ്റെ അപ്പുറത്ത്, കി എന്നുള്ളത്, പിന്നെ ഹ എന്നുള്ളത് അതിൻ്റെ അപ്പുറത്ത്, തുൻ എന്നുള്ളത് ലാസ്റ്റ്. മഅബൂദിന് എഴുതുമ്പോഴും ശ്രദ്ധിക്കണം, മീമ് മ എന്നുള്ളത് ആദ്യം, എന്നുള്ളത് രണ്ടാമത്, മൂന്നാമത്തെ കള്ളിയിൽ ബു എന്ന് എഴുതുക. നീട്ടാനുള്ള വാവ് അടുത്ത കള്ളിയിലാണ് ഇടേണ്ടത്. അത് രണ്ടും പാടെ കൂട്ടി എഴുതരുത്. പിന്നെ ലാസ്റ്റ് ദുൻ. അപ്പോൾ മഅബൂദുൻ എന്നായി. പിന്നെ അതേപോലെ തന്നെ ഖത്തുൻ എന്നുള്ള പ്രത്യേകിച്ച് പറയാനില്ല, ഹ തുൻ. പിരിച്ചെഴുതുക എന്നുള്ള ഒരു ആക്ടിവിറ്റി വരുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു, എന്ത് ശ്രദ്ധിക്കുക, കൂട്ടി എഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങൾക്കുള്ള ഒരു നിയമങ്ങളുണ്ട്. അതേപോലെ പിരിച്ചിട്ട് എഴുതരുത്. പിരിച്ചെഴുതുമ്പോൾ ഒറ്റ അക്ഷരം എങ്ങനെയാണോ എഴുതുന്നത് അതേപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.